ഹായ്, കിച്ചു ആണ് സബ്ജക്റ്റ്. കിച്ചുവിനെതിരെ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ ടാർഗറ്റ് ചെയ്തിട്ട് കുറേയധികം കമൻസ് വരുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി എൻ്റെ ഒരു അഭിപ്രായം ചോദിച്ചുകൊണ്ട് കുറേ കമൻസ് ഉണ്ട്, എനിക്കുമുണ്ട് കമൻസ്. ഞാൻ ഇതിനകത്തൊരു ഫൈനൽ അഭിപ്രായം അന്വേഷിച്ച് പറയുമെന്ന് വെച്ചു. ഞാൻ കുറേ നാളായിട്ട് ഈ പറയുന്ന രേഷ്മയ്ക്ക് പിറകിൽ ഉള്ള ഒരു വ്യക്തിയാണ്. ഞാൻ അന്വേഷിച്ചതിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, രേഷ്മ ഇന്നും ഇന്നലെയല്ല ആളുകളെ പറ്റിക്കാൻ തുടങ്ങിയിട്ടുള്ള. നമ്മൾ ഒത്തിരി തെളിവുകൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, ഒരുപാട് തെളിവുകൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഒന്നൊന്നായിട്ട് വേണമെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. പക്ഷേ ഇന്ന് വരെ എനിക്ക് കിച്ചുവിനെതിരെ അങ്ങനെ ഒരു കാര്യം പറയേണ്ടി വന്നിട്ടില്ല. ഇപ്പോൾ കിച്ചുവിനെ പറ്റി ഞാൻ അന്വേഷിച്ചിരുന്നു. കിച്ചുവിനെതിരെ ഒരു കേസുണ്ട്, അതറിയാം. അതിനപ്പുറം കിച്ചു ഒരു പ്രോബ്ലം ക്രിയേറ്റർ അല്ല. ഇപ്പോൾ കിച്ചു അങ്ങനെ ഒരു പ്രശ്നക്കാരൻ കുട്ടിയേ അല്ല. ഞാൻ അന്വേഷിച്ചിടത്തോളം എനിക്കതാണ് മനസ്സിലായിട്ടുള്ളത്. പിന്നെ ഇവർ അവകാശവാദം ഉന്നയിക്കുമ്പോഴേ ഈ കിച്ചു താമസിച്ചിരുന്ന വീടും പരിസരവും പോയി കണ്ടവളാണ് ഞാൻ. അവിടെ ആ കുടുംബത്തിനെതിരെ വരെ വീഡിയോ ഇട്ടിട്ട് പോലും കിച്ചുവിനെതിരെ ഒരു അക്ഷരം അവർക്ക് പറയാനില്ല. ആ കുട്ടീനെ പറ്റി ഒരു മോശവും പറയാനില്ല. ആകെ പറയാനുള്ളത് ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുണ്ട്, ഗെയിമിൽ അഡിക്റ്റ് ആവുക എന്നുള്ളതാണ്. ഒരു 24 hours അവൻ ഗെയിമുമായിട്ട് കയറി ഒളിച്ചിരുന്ന ഒരു കുട്ടിയാണ്. ഇൻട്രോവേർട്ടായിരുന്നു അവൻ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, നല്ല ആക്റ്റീവാണ്, നാളെപ്പറ്റി നല്ല ചിന്തയുള്ള കുട്ടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ മോനെ പറ്റിയിട്ട് ഇങ്ങനെ മോശം പറയുമ്പോൾ കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ് ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ പറയണത്. ഇപ്പം അനീഷ് വ്ലോഗ് പറഞ്ഞ വീഡിയോ ആണ്. അനീഷ് ഇന്നലെ എന്തോ ഒരു വീഡിയോ ഇട്ടത്, ഏതോ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അനീഷിൻ്റെ അഭിപ്രായം പറഞ്ഞു. അപ്പോൾ അനീഷ് തിരിച്ച് അഭിപ്രായം പറയാനുള്ള വഴി ഇപ്പുറത്തുള്ളവർ നോക്കും. സ്വാഭാവികമായിട്ടും അത് അങ്ങനെയാണ്. സോ ആ പ്ലേ അവിടെ നടന്നോട്ടെ. പാരലായിട്ട് ഈ കുട്ടീനെ പറയുന്നതിനെതിരെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ, കിച്ചു നല്ല സ്ട്രോങ് ആണ്, മെൻ്റലി നല്ല സ്ട്രോങ് ആയ കുഞ്ഞാണ്. അവനെ ഇതൊന്നും ഏശയോ ബാധിക്കുകയോ ചെയ്യത്തില്ല. ഒരു പക്ഷേ ഇവരുദ്ദേശിക്കുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വസ്തുവിന്മേൽ അവന് അവകാശമുണ്ട്. ആ അവകാശം നമ്മളെല്ലാവരും കൂടെ ചേർന്ന്, അപ്പം ഞാൻ ഇടപെട്ട സമയത്താണല്ലോ ബിഷപ്പ് കൂടുതൽ ഇതിൻ്റെ നിയമപരമായിട്ടുള്ള സാധ്യതകൾ മനസ്സിലാക്കിയത്. അപ്പോൾ അത് നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ഈ വീട് നഷ്ടപ്പെടും എന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മൾ ഈ തീട്ടത്തിനകത്ത് പൈസ കടന്നാൽ പോലും നക്കിയെടുക്കുന്ന സ്വഭാവമാണ് തങ്കുവിനും മോക്കും. അപ്പോൾ തങ്കുവും മോക്കും ആ വസ്തു നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, ആ വീട് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ആ കുട്ടിയെ അങ്ങോട്ട് ഡീഗ്രേഡ് ചെയ്യുക. ഇതിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ കുഞ്ഞിന് അത്രത്തോളം സപ്പോർട്ടേഴ്സ് ഉണ്ട്. എന്നാൽ നേരെ തിരിച്ച് തങ്കുവിനും മോക്കും, തങ്കുവിൻ്റെ 2 പെമ്മക്കും എഗൻസ്റ്റ് ഭയങ്കര ജനവിരുദ്ധതയാണ് അവിടെ. ഇവർ മുമ്പ് താമസിച്ചിരുന്ന സ്ഥലത്ത് ഈ കുട്ടിക്ക് വേണ്ടി എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇവർ ശ്രമിച്ചിട്ടുള്ളപ്പോഴും ആ കുഞ്ഞു പറഞ്ഞ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അച്ഛൻ ജോലിക്ക് പോയിട്ട് കൊണ്ടുവരുന്ന പൈസ അത് ഈ കുടുംബത്തിന് ചിലവാക്കേണ്ടി വരുന്നൊരു വൃത്തികെട്ട അവസ്ഥ അവൻ്റെ അച്ഛനുണ്ടായിരുന്നു. അവനത് തുറന്നു പറഞ്ഞു. അപ്പം കുഞ്ഞു വാ തുറക്കരുത്. കുഞ്ഞു വാ തുറന്നു കഴിഞ്ഞാൽ നാട്ടുകാരിടപെടും. ഈ വസ്തുവിൽ, അതായത് അവർ വെച്ച വീടിൽ, ഈ വസ്തു അയാൾ ഫ്രീക്ക് കൊടുത്തതൊന്നുമല്ല, ആ കിടക്കുന്ന പറമ്പിലുള്ള ക്രയവിക്രയങ്ങളിൽ വന്ന ചില വീഴ്ചകളുണ്ട്. ആ വീഴ്ചകൾ ഹൈഡ് ചെയ്യാൻ ഒരു സെലിബ്രിറ്റിക്ക് അത്രയും പറമ്പ് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ഓസിന് കിട്ടിയതുകൊണ്ട് അവരവിടെ താമസിക്കുന്നത്. പണം കൊടുത്ത് വാങ്ങിക്കാൻ വരുന്നവർ അതിൻ്റെ ബാക്ക് ഹിസ്റ്ററി അന്വേഷിക്കും. അപ്പോൾ ആ ബാക്ക് ഹിസ്റ്ററിയിൽ ആ പറമ്പിനുള്ള പ്രോബ്ലം മനസ്സിലാക്കുമ്പോൾ അവരിട്ടിട്ട് പോകും. അപ്പോൾ അതില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അത് കൂടുതൽ ആൾക്കാർക്ക് ഫ്രീ കൊടുക്കാം എന്നുള്ള ടീമിൽ പറയുന്നത്. പിന്നെ ലോകത്തില്ലാത്ത വിലയും പറയും. അത്ര വില ആ നാട്ടിലില്ല, അതിനില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഈ കുട്ടീനെ ടാർഗറ്റ് ചെയ്യുമ്പം ഈ കുഞ്ഞു പറയുന്നതൊക്കെ തെറ്റാണെന്ന് വരുത്തി തീർക്കുക. അതിൽ കൂടെ ആ കൊച്ചി ഡ്രഗ് അഡിക്റ്റ് എന്നോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും വലിയ മോശപ്പെട്ട ഒരു സാധനം ആ കുട്ടിയുടെ തലയിൽ വെച്ച് കെട്ടി കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. പക്ഷേ ഇതൊന്നും സക്സസ് ആവത്തില്ല. അതിൻ്റെ കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരെവിടെ പോയി എന്തു തെളിവ് കൊണ്ടുവന്നാലും ഒരിക്കലും ഞാൻ വിശ്വസിക്കത്തില്ല. കാരണം ഞാൻ മൈസെൽഫ് അന്വേഷിക്കുമ്പോൾ ആ കുട്ടിക്ക് ഒരു കേസുണ്ട്. അത് ഇപ്പം നമ്മുടെ ഹെൽനോസ് പാട്ടയ്ക്ക് വന്നില്ലേ, സെയിം കേസാണ്. ഇതിൽ ആ കുട്ടിക്ക് ആ കേസ് വരത്തില്ലായിരുന്നു. ഇവൻ്റെ വണ്ടി കൊണ്ടുപോയെന്ന് ഇടിച്ചു, അതിൻ്റെ പേരിലാണ് ആ കേസ് വിസിബിൾ ആയത്. അല്ലെങ്കിൽ അത് അറിയത്തില്ലായിരുന്നു. പിന്നെ അന്ന് ഇവരുടെ വീട്ടിൽ നിന്ന് പോയാണ് അവരെ ഇറക്കിയത്. മൈക്കാട് തങ്കുവിൻ്റെ മൂത്ത മോളെ കെട്ടിയവനും ഒക്കെ തന്നെയാണ് പോയിട്ടുള്ളത്. അതൊന്നും തർക്കമില്ല. പക്ഷെ അങ്ങനെ പോകുമ്പോഴും, അങ്ങനെ പോകുന്ന ഒരു നിലയിലേക്ക് അവരുള്ളത് കൊണ്ടാണ് അവർ പോയത്. ഇവർ പോയില്ലെങ്കിൽ അപ്പുറത്തുനിന്ന് പോകും. പിന്നെ സുധിയുടെ ചേട്ടൻ്റെ വീട്ടിൽ എത്ര പെൺകുട്ടികളുണ്ടെന്നറിയാമോ? അത്രയും പെൺകുട്ടികളുടെ, അതായത് പെങ്ങന്മാർക്കൊപ്പം വളർന്നൊരു മകനാണ് അവൻ. അവന് സ്ത്രീകളെ കാണാൻ്റെ അങ്ങനത്തെ പ്രാന്ത് വരേണ്ട ഒരാവശ്യവും ആ കുട്ടിക്കില്ല.
പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനം അതിനകത്ത് ആ സമയത്ത് വന്ന എന്തെങ്കിലും ഒരു താളപ്പിഴകൾ ഉണ്ടെന്നല്ല ഞാൻ പറയണത്, ഉണ്ടെങ്കിൽ അതിൻ്റെ താളപ്പിഴയായിരിക്കാം. പക്ഷേ അപ്പോഴും ഞാൻ പറയുന്നു, നമ്മളെപ്പോഴും പറയുന്നത് പോലെ സുധി എന്ന വ്യക്തി ഒരു സ്ത്രീലമ്പടൻ, ഒരു മഹാമോശപ്പെട്ടവൻ എന്ന ഒരു ടേമിലേക്ക് അവനെ കൊണ്ടുവരുമ്പോൾ പോലും അത് ചിരിച്ചുകൊണ്ട് ആസ്വദിക്കുന്ന ഒരു വൃത്തികെട്ട സ്ത്രീയായിരുന്നു സുധി ചൂസ് ചെയ്ത അവസാനത്തെ സാധനം എന്നുള്ളതാണ്. അത് കേട്ടിട്ട് അത് പൊറുക്കാൻ വയ്യാതെ അയാൾ ഉപേക്ഷിച്ച് കളഞ്ഞ സ്ത്രീ പോലും വന്ന് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മനസ്സിലാകുന്നോ? അപ്പം ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു ഭാര്യ എന്ന നിലയിൽ ഒരു രീതിയിലും ഒരു മര്യാദയില്ലാത്ത ഒരു സ്ത്രീയുടെ കയ്യിലേക്കാണ് സുധി പോയി പെട്ടിട്ടുള്ളത്. സുധി ഇവളെ സ്വീകരിക്കാനുള്ള കാരണം, ഇവളിന്ന് വെച്ച് തുണിക്കട്ട എന്ന് വെച്ചുകൊണ്ട് ഇവൾ സംസാരിക്കുന്ന ഈ പദവിക്ക് അർഹത അവൾക്ക് നേടിക്കൊടുത്തത് അവളുടെ സോപ്പിങ്ങിലൂടെ അവൾ ഈ കിച്ചുവിനെ കയ്യിലെടുത്തത് കൊണ്ടാണ്. കിച്ചുവിൻ്റെ അടുത്ത് അവൾ അമ്മയായിട്ട് അഭിനയിച്ച് ചെന്ന് കയറിയത് കൊണ്ടാണ് അത് സംഭവിച്ചത്. കുഞ്ഞായിരുന്ന ഒരു കുട്ടി, 10-11 വയസ്സുള്ള ഒരു കുഞ്ഞ് കളിക്കാൻ അത്യാവശ്യം തൻ്റെ ഒപ്പം കളിക്കുന്ന ഒരു കളിക്കൂട്ടുകാരിയെ കിട്ടിയാൽ അത് അമ്മ സ്ഥാനത്തുള്ളതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ് കണ്ണുടച്ച് സമ്മതിക്കും. നമ്മൾ ഈ പൊടി മക്കളുണ്ടല്ലോ, ഇപ്പം എൻ്റെ വീട്ടിലെ അവസ്ഥയാണ്, മക്കൾക്ക് തൊട്ട് താളം ചവിട്ടിയാൽ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ അവർക്ക് എഗൻസ്റ്റ് പറഞ്ഞു നോക്ക്, അവർ നമ്മളോട് ദേഷ്യപ്പെടും, നമ്മളെ ഒതുക്കും, നമ്മൾ ശത്രുപക്ഷത്താവും, ഒക്കെ ആവും. അതേസമയം നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ആ കുട്ടികൾക്ക് അത് തെറ്റാണെന്ന് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരങ്ങനെ നമ്മളെ വിട്ടും പോകത്തില്ല. അതുമുണ്ട്. ഇവള് അവൻ്റെ താളത്തിനൊത്ത് നിന്നു. അവന് ഈ ഫാസ്റ്റ് ഫുഡ് കൊടുത്താൽ അത് ശരീരത്തിൽ ദുർമേധസ് ഉണ്ടാക്കും, ആ ദുർമേധസ് പിന്നീട് അസുഖങ്ങൾ ഉണ്ടാക്കും എന്നുള്ള ബോധമുള്ള ഏതെങ്കിലും ഒരു അമ്മ മക്കൾക്ക് അത് മാത്രം കൊടുക്കാൻ നിർബന്ധിക്കുമോ? ഇന്നും അവളുടെ സ്വന്തം കുഞ്ഞിന് പോലും ഒരു ഗ്ലാസ് വെള്ളം അനത്തി കൊടുക്കാൻ അവൾക്ക് അറിയില്ല. അവൾക്ക് യാതൊരു രീതിയിലുള്ള ഒരു ഭക്ഷണ പദാർത്ഥം ഉണ്ടാക്കാൻ അറിയത്തില്ല. കുറേ മേക്കപ്പും ഇട്ട് കുറേ ആട്ടി കാണിച്ച് നടക്കാനല്ല ആ സ്ത്രീക്ക് ഒന്നും അറിയത്തില്ല. നമ്മൾ സർവൈവൽ ടാസ്കിൻ്റെ ഫസ്റ്റ് ഇതാണ് ഫുഡ് ഉണ്ടാക്കാൻ പഠിക്കുക എന്നുള്ളത്. അത് ചെയ്യുന്ന ഒരു കുറ്റമൊന്നുമല്ല, അത് അങ്ങനെ പഠിച്ചില്ല എന്ന് പറഞ്ഞത് ഒരു കുറവുമല്ല. പക്ഷേ നമ്മളത് പഠിച്ചിരിക്കുന്നത് IAS ഉദ്യോഗത്തിനേക്കാൾ മികവുള്ളൊരു സാധനമാണ്. അത് സർവൈവൽ ടാസ്കിൽ പെടുന്ന ഒരു കാര്യമാണ് ഫുഡ് മേക്കിംഗ്. ഇവള് ഈ കുട്ടീനെ വെച്ചാണ് ഈ കുടുംബത്തിലേക്ക് കയറിയത്. അല്ലെങ്കിൽ ഇവളെ വീട്ടിൽ കയറ്റാൻ കൊള്ളൂല. ഇവൾക്ക് എന്തുകൊണ്ട് സുധിയുടെ അമ്മയുടെ അടുത്ത് അത്രയും അട്രാക്ഷൻ വരുന്നില്ല? ഇവള് സുധി എന്ന് പറയുമ്പോൾ സുധിയുടെ അമ്മ ജീവിച്ചിരിക്കുകയല്ലേ, സുധിയുടെ ചേട്ടൻ, ചേച്ചി, ചേട്ടത്തി, അവരുടെ ബന്ധുക്കളൊക്കെ ജീവിച്ചിരിക്കുകയല്ലേ. ഇവക്ക് എന്തുകൊണ്ട് ആ കുടുംബവുമായി യോജിച്ചു പോകാൻ പറ്റുന്നില്ല? ഈ സുധിയെ സ്നേഹിക്കുന്നവർ അവളെ സ്നേഹിക്കണമെന്ന് പറഞ്ഞ് സുധിയുടെ സഹപ്രവർത്തകർ ഒന്നടങ്കം ഇവളെ തൂക്കി വെക്കുമ്പോൾ സുധി ഏറ്റവും സ്നേഹിച്ചിരുന്ന വ്യക്തികൾക്കാർക്കും അവളെ ഇഷ്ടമില്ലല്ലോ. അതെന്താരും പറയാത്തേ? ആ കുട്ടിക്ക് ചെലവിന് കൊടുക്കുന്ന കണക്ക് പറയുന്ന എച്ചക്കല നാറിയായ ഈ സ്ത്രീയെ നിങ്ങൾ ബൂസ്റ്റപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓർത്തു നോക്കൂ, സുധിയുടെ ആത്മാവോ സുധി ആഗ്രഹിക്കുന്നോ അതാണോ? സുധിയുടെ മകനെ ആര് ചേർത്ത് പിടിക്കുന്നോ അവർക്കൊപ്പം സുധി ഉണ്ടാകും. ആരാണോ ചേർത്ത് പിടിക്കുന്നത് അവർക്കൊപ്പം ഉണ്ടാകും. സുധിയുടെ മകനെ ആക്രമിക്കാൻ പലരും വന്നിരുന്നു. ഒരുപാട് പേര് ഒരുപാട് ഡയലോഗും കൊണ്ടുവന്നിരുന്നു. അപ്പോഴൊക്കെ തടയിടുകയാണ് ചെയ്തത്. കാരണം നേരിട്ട് നമ്മൾ പോയി അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളാണ്, അന്വേഷിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. കുരുത്തക്കേടെന്ന് പറയുമ്പോൾ ആ പ്രായത്തിലുള്ള കുരുത്തക്കേടുകൾ അവനുണ്ട്, അതില്ലെന്ന് നമ്മളും പറയുന്നില്ല. അതെൻ്റെ മക്കൾക്കുമുണ്ട്. കുരുത്തക്കേടുകൾ കാണിക്കും. അമ്മ ഉണ്ടാവണം, അത് വിലക്കാൻ അച്ഛനുണ്ടാവണം, ബന്ധുക്കൾ ഉണ്ടാവണം, അവരെ തട്ടി വിലക്കും. ഇപ്പം അവൻ്റെ പഠിത്തം മുടങ്ങി. അവൻ്റെ വലിയച്ഛൻ പറഞ്ഞു, ജോലിക്ക് കയറണ്ട, ആ പണം ഞങ്ങൾക്ക് വേണ്ട, നിനക്കും വേണ്ട, മര്യാദയ്ക്ക് പഠിക്കുക എന്ന് പറയുന്നില്ലേ? അതാണ് യഥാർത്ഥത്തിലുള്ള പിതാവെന്ന് പറയുന്നത്. അവിടെ അവർക്ക് മറ്റൊന്നും ചിന്തയില്ല. അവർ ആകെ ചിന്തിക്കുന്നത് ആ കുട്ടിയുടെ ഭാവിയെ പറ്റിയാണ്. നിന്റെ ഭാവി പോലും നഷ്ടപ്പെടുമെടാ ഞാൻ വായി തുറന്നാൽ എന്ന് പറയുന്ന ഈ സ്ത്രീ ഒരമ്മയാണോ? ഇവർക്ക് എവിടുന്ന് അടി കിട്ടുമെന്നറിയാം. ആ ചെറിയ ചെറുക്കം വളർന്നു വരൂലേ, ചെവിക്കൽ പുളക്ക നിങ്ങളുടെ മുന്നിലിട്ട് നടു റോട്ടിലിട്ട് ഈ സ്ത്രീ അടിക്കുന്നത് നമുക്ക് കാണാം. ഇതിൽ സർവൈവ് ചെയ്തവൾ പുറത്തേക്ക് വന്നാൽ ഇവളെ നടു റോട്ടിലിട്ട് ആ ഇളയ ചെറുക്കൻ അടിക്കും. ആ അടി നീ കൊള്ളാതിരിക്കാൻ നീ ഇത് നിർത്ത് എന്നാണ് തലമൂത്ത ഈ കുട്ടി പറഞ്ഞു കൊടുത്തത് അവളടുത്ത്. ഞാൻ തലമൂത്തതാണ്, എനിക്ക് എൻ്റെ കൂട്ടുകാരെ മുമ്പിൽ തലകുനിക്കേണ്ടി വരുന്നുണ്ട്, പക്ഷെ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടും. കാരണം നീ എൻ്റെ സ്വന്തം അമ്മയല്ല, പിന്നെ എൻ്റെ അച്ഛൻ്റെ പെപ്പാട്ടിയാണ് എന്ന് പറയാൻ അവന് പറ്റും. പക്ഷേ മറ്റേ ചെറുക്കൻ അങ്ങനെയല്ല, അവൻ്റെ സ്വന്തം അമ്മയാണ്. ഒരു സ്വന്തം അമ്മ കാണിക്കുന്ന വൃത്തികേടിന് ആ ചെറുക്കൻ പിള്ളേരെ കയ്യിൽ നിന്ന് ഇഷ്ടമാതിരി കേൾക്കും. നീ ഒരു കാര്യമുണ്ട്, അച്ഛൻ്റെ വീട് നീ കളയരുത്. നീ നിനക്കും നിൻ്റെ മകനും അതാണ് സേഫ്. അയൽപക്കം പോലും ഉണ്ടാവരുത്.
കാരണം അയലത്തുള്ള കുട്ടികൾ പോലും നിൻ്റെ കൂടെ സഹകരിക്കരുത്, നിൻ്റെ മകൻ്റെ കൂടെ സഹകരിക്കരുത്. സഹകരിച്ചാൽ ആ ചെറുക്കൻ നിന്നെ തച്ച് തീർക്കും. അത്രയ്ക്ക് നീ വൃത്തികേടുകളാണ് സോഷ്യൽ മീഡിയ കാണിച്ചിട്ടുള്ളത്. ഞാൻ ഒരുപാട് കൊണ്ടുവന്നു, ഇവൾ പൈസ കൊടുക്കാനുള്ളവരെ കൊണ്ടുവന്നു. ഇവരുടെ തൊട്ടയലത്തുള്ള പിന്നെ ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപ വാങ്ങിച്ച് ചെക്ക് കൊടുത്തിട്ട് ആ പൈസ തിരിച്ചു ചോദിക്കാൻ വന്നപ്പം ആ പയ്യനും കൂട്ടി വന്നതുകൊണ്ട് ആ പയ്യൻ്റെ പേർക്ക് ഇങ്ങനെ അവളെ ചീത്തയാക്കാൻ ശ്രമിച്ചു എന്ന കേസ് കൊടുത്ത മോളാണ് അവള്. അപ്പോൾ ഇവൾക്ക് ഒരാളെ ചീത്തയാക്കാൻ അവൾ ഏറ്റവും ആദ്യം കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് അവളിങ്ങനെയാണെന്ന്. ഇവൾക്ക് അല്പം ചതയും ആ പറഞ്ഞ ഇതിനകത്ത് കുറച്ച് എന്തെങ്കിലും ഒരു വൃത്തിയും വകതിരിവും ഉണ്ടായിരുന്നെങ്കിൽ ഇവൾ ലോകം വെച്ചേക്കുമായിരുന്നോ, മനുഷ്യരിവൾ വെച്ചേക്കുമായിരുന്നോ? ഒരിക്കലും ഇല്ല. അപ്പോൾ ഇവളെപ്പോലെ ഒരു വൃത്തികെട്ട സാധനം പറയുന്നതിന് അത്ര മൂല്യം കൊടുത്താൽ മതി. പിന്നെ അച്ഛൻ പറയണത്, അച്ഛൻ അവിടെയായിരുന്നോ താമസം? അച്ഛൻ 10 100 ഒക്കെ ആ കുട്ടിക്ക് കൊടുക്കുമായിരുന്നു സ്നേഹത്തിൻ്റെ പുറത്ത്. അത് നിർത്തലാക്കാൻ വേണ്ടി അച്ഛനോട് വമ്പൻ നുണ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവള്. ഇത് എന്നോട് പറഞ്ഞത് അച്ഛനാണ്, ഓർത്തോണം. വമ്പൻ നുണ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കുട്ടിക്ക് എന്ന്. ഞാൻ അവനെ പോയി കണ്ടപ്പോഴും ഞാൻ പറഞ്ഞു, ഞാൻ അതിനകത്ത് ആ വസ്തു വേണമെന്നോ ആ വീട് വേണമെന്നോ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, ഞാൻ പോയിട്ടില്ല. പിന്നെ അവിടുത്തെ പ്രശ്നം എന്നെ എങ്ങനെ ബാധിക്കും ആൻറ്റി, ഞാൻ എന്തിനതിന് സംസാരിക്കണമെന്നാണ് അവൻ ചോദിക്കുന്നത്. ചോദ്യം ന്യായമല്ലേ? അവൻ ലോകത്തിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട വ്യക്തിയാണെന്ന് ചിത്രീകരിക്കുന്ന അധപ്പതിച്ച ഈ വർഗത്തോട് എൻ്റെ ചോദ്യം, അനീഷ് ആയിരുന്നാലും അതുപോലുള്ള ഏതവനായിരുന്നാലും എൻ്റെ ചോദ്യം, നിൻ്റെയൊക്കെ ഹിസ്റ്ററിയിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലേടേ, ഇങ്ങനത്തെ ഒന്നും ഇല്ലേടേ, നീയൊക്കെ ക്ലീൻ ചിറ്റുള്ള ആൾക്കാരാണാടേ. അവൻ്റെ അബദ്ധത്തിന് അവൻ മദ്യപിച്ച സമയത്ത് വണ്ടി എടുത്തു, അതിൽ അടിപെട്ടു, അതിലൊരു കേസുണ്ട്. പിന്നെ അവൻ കഴിച്ച ശ്രീനിവാസൻ്റെ അനിയനുണ്ടോ, ശ്രീനിവാസൻ്റെ മകൻ ഇളയ മകൻ ഡാൻ ശ്രീനിവാസ് 100% ഇതിനകത്ത് അഡിക്റ്റഡ് ആയിരുന്നു. അവൻ കല്യാണം കഴിച്ച് 2-3 കുട്ടികളുമായി അന്തസ്സായിട്ട് ജീവിക്കുന്നു, സിനിമകളിൽ അഭിനയിക്കുന്നു, അവന് കുഴപ്പമില്ല. ഷൈൻ ടോം ചാക്കോ പക്ക ഇതിൻ്റെ ആളാ. ഇപ്പോഴും അവ അതിൽ നിന്ന് റിക്കവറായോ എന്ന് എനിക്കറിയില്ല, അതിൻ്റെ ആളാണ്. ഇവിടെ അവാർഡ് വിന്നിങ് ആയിട്ടുള്ള ഒത്തിരി കലാകാരന്മാർ ഇതിൻ്റെയൊക്കെ അഡിക്റ്റഡാണ്. അതിൽ ഇപ്പോഴും അഡിക്റ്റഡ് ആയിട്ടുള്ള നമുക്ക് നഷ്ടപ്പെട്ട കലാഭവൻ മണി പക്ക ഇതായിരുന്നു. മറ്റതില്ല എങ്കിൽ പോലും മദ്യത്തിൻ്റെ ആളായിരുന്നു. നിങ്ങളിപ്പം അയാളെ നമ്മുടെ ബിഗ് ബോസ് വിന്നർ ഒരുത്തനില്ലേ, അയാളെ നോക്ക്, അയാളെ കോലം നോക്ക്. അതൊക്കെ ഇതുപോലുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നതിൻ്റെ പരിണിത ഫലമാണ്. ഈ പരിണിത ഫലം അനുഭവിക്കുന്ന ഓരോ വ്യക്തികളും അസുഖം മൂലം നമ്മുടെ ഇടയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയുണ്ട്. സുധി ഒരു മുഴുകുടിയനായിരുന്നു. അദ്ദേഹം എന്തുകൊണ്ട് കുടിച്ചു? വീട്ടിൽ സ്വസ്ഥതയില്ല. ആണുങ്ങൾ എപ്പോഴാണ് മദ്യത്തിന് അടിമയാകുന്നത്? നമ്മൾ വീട്ടിലെ പെണ്ണുങ്ങൾ കൃത്യമായി അത് ഫോളോ ചെയ്ത് ചെയ്യരുത് എന്ന് വിലക്കി നോക്ക്, ആണുങ്ങൾ അത് ചെയ്യില്ല. അവന് സ്വസ്ഥതയില്ലാതെ വരുമ്പോൾ ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് ആണുങ്ങൾ ഇത് തുടങ്ങുന്നത്. പിന്നെ ഇതൊരു ടേസ്റ്റാണ്, പിന്നെ ഇതൊരു അഡിക്ഷനാണ്. അത് മാറാൻ നല്ല കഷ്ടപ്പാട് വരും. അതിൽ നിന്ന് മാറാൻ നമ്മൾ അവർക്കൊപ്പം അവരുടെ പാതിയായി നിന്നാൽ ഒരിക്കലും അഡിക്ഷന് പോകത്തില്ല. ഞാൻ ഉപേക്ഷിച്ച് കളയാണ് ചെയ്യുക. ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വഴിക്കേ ഞാൻ പോകത്തില്ല, എനിക്കിഷ്ടമില്ല. എന്തിൻ്റെയെങ്കിലും ആസക്തിയിൽ നമ്മുടെ ജീവിതം ഇതുണ്ടാക്കാൻ മുന്നേറുന്നുണ്ടെങ്കിൽ അതുപോലൊരു മണ്ടത്തരം വേറെ ഇല്ല എന്ന് വേണം പറയാൻ. ഈ പയ്യൻ ഇപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് ജീവിച്ചു പോകുന്നുണ്ട്. അതേസമയം നാലിയാംകുഴിയിൽ ഇവർ താമസിച്ചിരുന്ന സ്ഥലത്തൊക്കെ പോയി ഈ പെണ്ണുങ്ങളെ പറ്റി അന്വേഷിക്കണം, ഈ തങ്കുവിൻ്റെ മക്കളെ പറ്റി അന്വേഷിക്കണം. പച്ച മോശമാ പറയുന്നത്. 1-2 പേർക്കെതിരെ അവർ ഹണി ട്രാപ്പാക്കിയത്. എത്ര കേസുണ്ടെന്നറിയാമോ? എത്ര പേര് ഇവരുടെ ഇരകളാണെന്നറിയാമോ? നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് സോഷ്യൽ മീഡിയയിൽ ഇവർ വന്ന് ഹാ ഹോ എന്ന് കാണിക്കുന്നതുകൊണ്ടല്ല ഇവർക്ക് ശത്രുക്കൾ. അത്ര പേരെ ഇവർ വെറുപ്പിച്ചിട്ടുണ്ട്. ഇവരെവിടെ താമസിച്ചിട്ടുണ്ടോ അതിൻ്റെ എല്ലാ ഇടങ്ങളിലും പ്രോബ്ലം ക്രിയേറ്റേഴ്സാണ് ഈ 2 എണ്ണം. അങ്ങനെ കൊണ്ടുവരുന്ന പണം തിന്ന് രുചി പിടിച്ച ഒരു അപ്പനാണ് അവർക്കുള്ളത്. അപ്പോൾ നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത്. ഞാൻ ഇനി ഇതിൻ്റെ എവിഡൻസ് കൊണ്ടുവയ്ക്കണമെന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പെരുന്നാൾ ദിവസം വയ്യായ്മയുള്ള ഒരു സ്ത്രീയെ ഇന്നിവിടെ വന്നേ മതിയാവുന്ന സ്ട്രിക്റ്റായിട്ട് നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു CIയെ കൊണ്ട് വിളിപ്പിക്കാനുള്ള സാധനം അവരുടെ കയ്യിലുണ്ടെങ്കിൽ അവരെത്രത്തോളം കറപ്റ്റഡ് ആണെന്ന് മനസ്സിലാക്കുക. അങ്ങനെയുള്ള സാധനങ്ങൾ അവരുടെ പേപ്പറിലുണ്ടാവും. ഷെഫീന പേടിച്ച് പോയതുമല്ല. ഷെഫീന ആ ഒരു ലോയെ റെസ്പെക്ട് ചെയ്താൽ പോയി. 2ാമത് 100 വിളിച്ചു, അവർക്കറിയാൻ പണി കിട്ടുമെന്ന്. വിളിച്ചിട്ടും ഞാനത് ഇഗ്നോർ ചെയ്തിട്ട് ഞാൻ അവിടെ പോയി നിന്നിട്ട് ഞാൻ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം അറിയുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കത് വേണമെങ്കിൽ വൾഗർ സീനാക്കാം, പക്ഷെ ഞാൻ ചെയ്തില്ല. എന്തെന്നറിയാമോ? അവളുടെ കയ്യിലെ പാവയാണ് തൃക്കടിത്താനം പോലീസുകാരെന്നുള്ളത് അന്ന് എനിക്ക് ബോധ്യപ്പെട്ടതാണ്. അവരെ കൊണ്ട് ഈ കുട്ടിക്കെതിരെ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കാൻ പാടുണ്ടെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്?
അവരുടെ കയ്യിലെ പാവകളാണ്. ഈ ഇടയ്ക്ക് എന്നെ ഒരാൾ വിളിച്ചിരുന്നു, ക്യാൻസർ പേഷ്യൻ്റാണ്. അവരെന്നോട് പറഞ്ഞത്, ഞാനും 3rd സ്റ്റേജിലുള്ള ഒരു സ്ത്രീയാണ്, ഞാൻ കീമോ ചെയ്യുന്നുണ്ട്, ഞാൻ ഭയങ്കര ടയേർഡാണ്, എനിക്ക് ഇത്ര ബുദ്ധിമുട്ടുകളുണ്ട്, ഇത് 2 ആഴ്ച പോലും ആവുന്നതിന് മുമ്പേ ഇവൾ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്, ഇവക്ക് സത്യത്തിൽ ഇതുണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കിതിനെപ്പറ്റി എനിക്കൊന്നും പറയാൻ അറിയത്തില്ല. അടുത്തൊരു 2 മണിക്കൂറിനകം വീണ്ടും ഒരു വിളിച്ചിട്ടുണ്ട്, തങ്കു എന്നെ കൊണ്ട് പോലീസ് എന്നെ കൊണ്ട് വിളിപ്പിച്ചിട്ടുണ്ട്. ഞാൻ വെച്ചാൽ എന്തിനാ അപ്പം നിങ്ങൾ തങ്കുവിനെ വിളിക്കാൻ പോയേ? തങ്കുവിൻ്റെ അടുത്ത് ഞാൻ ചോദിക്കുന്ന നാണല്ലേ ഇങ്ങനെ മകളെ വെച്ച് പണം ഉണ്ടാക്കാൻ, വല്ല കൂടിപ്പോയിക്കും പോയിക്കൂടെ എന്ന് ഞാൻ ചോദിച്ചതിന് തങ്കു പോലീസിനെ കൊണ്ട് വിളിപ്പിച്ചിരിക്കുന്നു. അതായത് തങ്കു വീട്ടിൽ ഇരുന്ന് ഫോൺ വിളിച്ചാൽ തൃക്കൊടിത്താനത്തെ പോലീസുകാർ അവർക്ക് വേണ്ടി സംസാരിക്കുമെന്നാണ് ആ സ്ത്രീ എനിക്ക് പറഞ്ഞു തന്ന വാക്ക്. അവരുടെ വോയിസ് കേൾപ്പിക്കാൻ അനുവാദം ഇല്ല, അല്ലെങ്കിൽ ഞാൻ അത് കേൾപ്പിച്ചേനെ. അവർ പറഞ്ഞതാണ്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾക്ക് ക്യാൻസർ പേഷ്യൻ്റ് ആയിട്ടുള്ളവർക്ക് ഒരു കാര്യം ഇതിനെതിരെ ചെയ്യാം. ഈ പറയുന്ന സാധനം ഒരു നരേഷൻ കൊടുക്കുന്നത് റോങ് ആണെന്നും ഇതിൽ കൂടെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകണമെന്നും പറഞ്ഞ് നിങ്ങൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഒരു 10 പേര് എൻ്റെ പിന്നിൽ വന്ന് നിൽക്കാമോ? 10 പേർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം, എൻ്റെ നമ്പർ ഇട്ടിട്ടുണ്ട്. നമുക്ക് 10 പേർക്ക് ഇതിനെ വെച്ചിട്ട് ആരോഗ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുക്കാം. ഈ ഡ്രാമ ഇത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല, ഇതിൽ കൂടെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്, ഞങ്ങൾക്ക് കൺഫ്യൂഷൻ ആകുന്നുണ്ട്, സോ ഇറ്റ് ഷുഡ് ബി സ്റ്റോപ്പ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാനുള്ള പദ്ധതി തയ്യാറാക്കാം. ഞാൻ വക്കീലിൻ്റെ അടുത്ത് അത് ചോദിച്ചിട്ട് അതിൻ്റെ കൃത്യമായ സാധനം കൊണ്ടുതരാം. തയ്യാറാണെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അത് ഇടുക. കാരണം ഒരു ബുദ്ധിമുട്ട് വന്നാൽ ആ ബുദ്ധിമുട്ട് വിറ്റ് തിന്നാന്നിരിക്കുകയാണ്. പലരും പറഞ്ഞു നമുക്ക് അവൾക്ക് പൈസ കിട്ടുന്നതിൻ്റെ സങ്കടമാണ്. എനിക്ക് അവൾക്ക് പൈസ കിട്ടുന്നതിൽ എനിക്കൊരു സങ്കടവും ഇല്ല. അവൾ എങ്ങനെ കാശുണ്ടാക്കിയാലും എനിക്കൊന്നുമില്ല. പക്ഷെ അതുമൂലം മറ്റുള്ളവർ ബാധിക്കപ്പെട്ടാൽ അത് നമ്മൾ ചോദ്യം ചെയ്യും, വേണ്ടേ? ആ ചോദ്യം ചെയ്യലുണ്ടാവും. പൂർണ്ണമായി നിങ്ങൾക്ക് വിശ്വസിക്കാം, കിച്ചുവിന് ഒരു രീതിയിലുള്ള ഒരു ഡീലിങ്ങോ ഒരു മോശപ്പെട്ട ഇതോ ആ കുട്ടിക്കില്ല. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ളൊരു കുഞ്ഞാണത്. അത് ചെയ്തിരുന്നു, അവനത് സമ്മതിച്ചിട്ടുണ്ട്, തെറ്റ് തിരുത്തിയിട്ടുണ്ടവൻ. തിരുത്തിയ കുഞ്ഞിനെ പിന്നെ നമ്മളത് പറയാൻ പാടില്ല. അത് മോശപ്പെട്ടൊരു പരിപാടിയാണ്. ഇവിടെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഹെൽനസ് പാട്ടോ അതിന് ന്യായീകരിച്ച കണ്ടില്ലേ? അവൾ ചെയ്ത തെറ്റിനെ, ഏറ്റവും വൾഗറായ തെറ്റിനെ അവൾ ന്യായീകരിച്ച കണ്ടില്ലേ? ആ കുട്ടിയെ ന്യായീകരിച്ചില്ലല്ലോ. ഞാൻ തെറ്റ് ചെയ്തു, ഞാൻ എന്ത് വേണം, എൻ്റെ ജീവിതം ഇതാണ്, എൻ്റെ അമ്മ എന്നെ ഇട്ടിട്ട് പോയി, ഈ അമ്മമാരൊക്കെ വന്നിട്ട് ഞാനാണ് ശത്രു എന്ന് പറയുന്നു. അച്ഛൻ എന്നോടുള്ള സ്നേഹം കാരണം ഈ അമ്മമാരൊക്കെ എന്നെ ശത്രുവാക്കുന്നു, ഞാൻ എന്ത് വേണമെന്ന് ആ കുട്ടി ചോദിക്കുമ്പോൾ ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ്. അതുകൊണ്ട് ഈ മകൻ്റെ കേസിൽ ഒരു അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല. ആ കുട്ടി വളരെ ക്ലിയർ ചരിത്രം. പിന്നെ ഇവൻ്റെ കയ്യിലൊക്കെ ഉണ്ടെന്ന് പറയണത് ഇവൻ്റെയൊക്കെ നാറിയ ജട്ടിയായിരിക്കും, അല്ലാതെ ഒരു ഗുണ്ടയില്ല. പിന്നെ ആ കുട്ടി കേസ് കൊടുക്കില്ല എന്ന ധൈര്യമാണെങ്കിലുണ്ടല്ലോ, ഇവരൊക്കെ വിരട്ടണക്കല്ല. കിച്ചു ഒപ്പിട്ട് തരുമെങ്കിൽ കിച്ചുവിനെതിരെ പറയുന്നവർക്കെതിരെ കമ്പൽസറി ആക്ഷൻ എടുക്കാനുള്ള സാധനം ഞാൻ കൊണ്ടുവെക്കും. കാരണം ഒന്നിലും പെടാത്ത അടുത്ത ജനറേഷൻ്റെ വാഗ്ദാനമാണ് ആ കുട്ടി. അതിനെ മോശം പറയുമ്പോൾ സൂക്ഷ്യം കണ്ടും പറയുക, മനസ്സിലായല്ലേ? ചുമ്മാതിരുന്നുകൊണ്ട് കൊണ പറയുന്ന കണക്കല്ല. ഒരു തെറ്റിലുമില്ലാതെ നിങ്ങളെ ഒരു രീതിയിലും ചുരണ്ടാത്ത ഒരു പയ്യനെ ഇരുന്നു കൊണ്ട് അശേഷം തെറി പറയണ, അത് അച്ഛനായാലും ശരി അച്ഛൻ്റെ അച്ഛനായിരുന്നാലും ശരി, ആക്ഷൻ ഉണ്ടാവും. അത് അച്ഛൻ പോയി ആളുകളെ കൊണ്ട് വിളിപ്പിച്ചിട്ടുണ്ടാക്കുന്ന ആക്ഷൻ അല്ല. ഡയറക്റ്റ് ലൈൻ, സ്ട്രെയിറ്റ് ലൈൻ. തിരുവനന്തപുരത്ത് നിന്ന് നിർദ്ദേശം വന്ന് കാര്യങ്ങൾ നടക്കും. മനസ്സിലാകുന്നോ? അവൻ നിർദ്ദേശിച്ചിട്ടില്ല, അവൻ റിക്വസ്റ്റ് ചെയ്തിട്ടില്ല, പക്ഷെ ചെയ്യും. ഞാൻ പറഞ്ഞ ഇതിനകത്ത് സൊല്യൂഷൻ ഇതാണ്. ക്യാൻസർ പേഷ്യൻ്റ് ആയിട്ടുള്ള 10 പേര് സംഘടിക്കുകയും, 10 പേര് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടല്ലേ, അതേപോലെ വിധവകളായവരാണെങ്കിൽ കുറച്ചുകൂടെ ബൂസ്റ്റപ്പ് ആവും. 10 പേര് സംഘടിച്ചിട്ട് ഇതൊരു സോഷ്യൽ ഈവിളാണെന്നും ഇത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണമെന്നും പറഞ്ഞിട്ടൊരു പരാതി കൊണ്ട് കൊടുക്കൂ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് സൗകര്യപ്രദമായ, അതായത് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങളല്ലാതെ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള കൊനഷ്ടുകൾ ഇട്ടാൽ അതിനെതിരെ ആക്ഷൻ എടുക്കാൻ നമുക്ക് സാധിക്കും. നമ്മൾ ശക്തരായി പ്രവർത്തിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. സോ എൻ്റെ പോയിൻ്റ് അതാണ്. ഈ ഒരു വിഷയത്തിൽ ഒരു അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല. മുൻപേ ഞാൻ അന്വേഷിച്ചാണ്. ആ കുട്ടീനെ പറ്റി ഞാലിയാൻകുഴിയിൽ ഒരാൾക്കും ഒന്നും പറയാനില്ല. ഒരുപാട് പേര് വിളിച്ചിരുന്നു രാവിലെ, ഒത്തിരി പേര് വോയിസ് തന്നു, ഒരാൾക്കും ഒന്നും പറയാനില്ല കുട്ടീനെ പറ്റി. അതേസമയം ഈ 2 എണ്ണത്തിനെ പറ്റി പടുമോശമാണ് പറയാനുള്ളത്. ഞാൻ അമ്പലത്തിൽ വന്നതാണ്, ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. തൽക്കാലം ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. വീണ്ടും ഒരു വീഡിയോയിൽ ഞാൻ കൂടുതൽ വിവരങ്ങൾ പറയുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നും കൂടെ ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. നന്ദി.